ഹായ് ഗൈസ്, ഞങ്ങളിപ്പം ഇവിടുന്ന് പുറത്തിറങ്ങാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വരെയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ ചെന്നിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ റാപ്പിഡോ ബുക്ക് ചെയ്യണം. നമ്മൾ റാപ്പിഡോനാണ് പോകുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് അഫോർഡബിൾ റാപ്പിഡോ ആണ്. അപ്പോൾ റാപ്പിഡോയ്ക്കാണ് പോകുന്നത്. എവിടെ പോകണമെങ്കിലും റാപ്പിഡോ തന്നെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടില്ല. ഇനി അത് ബുക്ക് ചെയ്തിട്ട് വേണം. അപ്പം എന്തായാലും ബുക്ക് ചെയ്തിട്ടൊക്കെ കാണാം. ഇപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റാപ്പിഡോ, ഓല എല്ലാം നോക്കി പക്ഷേ ഒന്നും കിട്ടുന്നില്ല. ഡ്രൈവേഴ്സ് സോറി ഗൈസ്, ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഡ്രൈവേഴ്സ് ആരും അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ഓട്ടോ കൈകാണിച്ച് ചോദിച്ചു കേട്ടോ. ആക്ച്വലി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ അല്ലെങ്കിൽ 7 കിലോമീറ്ററേ ഉള്ളൂ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക്. പക്ഷെ നമ്മൾ കൈകാണിച്ച് എടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയാം 350 വേണം. സാധനം പറഞ്ഞ് 250 ഒതുക്കി. അപ്പോൾ അതേ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇവിടെ ഇപ്പോൾ ഇല്ല, നമ്മൾ വന്ന വഴിയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എത്തിയിട്ട് അപ്പം എന്തൊക്കെയാണ് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം എന്നൊക്കെയാണ്. കണ്ടോ ഗൈസ്, നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഇതിൽ ഉള്ളുവഴി കൂടെ പോകാമെന്നാണ് കേട്ടോ പുള്ളി പറയുന്നത്. ഫുൾ ബ്ലോക്കാണ്. നമ്മൾ നേരത്തെ പോയ വഴി ബുക്ക് ചെയ്യുന്നതിൽ 2 മണിക്കൂർ എടുത്താൽ വേണ്ടി. ശരിക്കും ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് മതി. പക്ഷെ ഇവിടുത്തെ ബ്ലോക്കിൽ സീനാണ്. ഗൈസ് ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ. ഞങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങി. 2 ചെരുപ്പ് എടുത്തു, എനിക്ക് ഒരു ജീൻസ് എടുത്തു. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി. ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങി. ബാഗ്സൊക്കെ എടുത്തു. പക്ഷേ അപ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ കാര്യം മറന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു. അപ്പം ഇപ്പോൾ വെള്ളം കുടിക്കാൻ പറഞ്ഞ് കയറുന്ന സമയത്ത് എനിക്ക് വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ കാണിച്ചിട്ട് എനിക്ക് നമുക്കൊരു ചിക്കൻ കറി ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ട് പോകണം. കുൽഫി മതി. അപ്പം കുൽഫി മതി. അപ്പോൾ എനിക്ക് വേണ്ട വേണ്ട. അപ്പോൾ ആ സമയത്ത് ഓർത്തത് കേട്ടോ. കുൽഫി വാങ്ങാനെങ്കിൽ വേണം. നമ്മളുടെ ഐറ്റംസ് ഒക്കെ വേണ്ടേ. ഇവിടെ ശരിക്കും ഉണ്ടല്ലോ ഗൈസ്, ഇതൊക്കെ 350 നല്ല കുറച്ചിട്ടൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞങ്ങൾ അങ്ങനെ വാങ്ങിയില്ല. അമ്മ ഇത് ഇഷ്ടപ്പെട്ടാ ഉണ്ട് കേട്ടോ, നല്ലതൊക്കെ ഉണ്ട്. പക്ഷേ 100-നൊക്കെ കുറേ ഉണ്ട്. നോക്കാന്നൊക്കെ കയറി 100-നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ കുറേ ഒത്തിരി ഉണ്ട് കേട്ടോ. പക്ഷേ യൂസ്ഡ് ആയിരിക്കുമോ എന്നുള്ളത് കൊണ്ടിട്ട് എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ചില്ല. കുറേ സാധനങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഉള്ളിൽ കയറി കാണിച്ചു തരാം നമുക്ക്. കോച്ചിലൊക്കെ ഒത്തിരി ഉണ്ട്. ഒരു സാധനം കേട്ടോ. ഗൈസ്, ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. എനിക്കൊരു ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എടുത്തിട്ട് ആരും ഇല്ലല്ലോ. അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു പറ്റില്ല. കണ്ടോ, ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ആൻഡ് ഐ ഗോട്ട് ന്യൂ ക്ലിപ്പ്. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും നോക്കട്ടെ, കോഡ് സെറ്റ് കിട്ടുമെന്നൊക്കെ നോക്കട്ടെ. എന്നിട്ട് വിളിക്കാം. എന്നിട്ട് വരാം കേട്ടോ. എടുത്ത് കഴിഞ്ഞാൽ അത് കാണിക്കാം. ഇതുണ്ടോ ഇതിനെല്ലാം 350 ഉള്ളൂ കേട്ടോ. കോഡ് സെറ്റ് ഉണ്ടോ, പാൻസും ടോപ്സും കൂടി. ഇവിടെ നിൽക്കുന്ന ഈ സെക്കൻഡ് എടുത്തു. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിക്കെല്ലാം പറഞ്ഞിരുന്നതാണ്. എൻ്റെ വിചാരിക്കാൻ ഭയങ്കര മില്യൺസ് ഉള്ള യൂട്യൂബറാണ് വിചാരിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എല്ലാം പറഞ്ഞൊക്കെ തരുന്നുണ്ട്. ഞാനോ ഞങ്ങൾ എടുത്തത് 350 ആണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇടാലോ എന്ന് വിചാരിച്ച് ഇതാണ് എടുത്തത്. വേറൊരു ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ അതെടുത്തില്ല. അത് 850 അതെടുത്തില്ല. അതെടുക്കണ്ട. ഇത് നമ്മൾ ഫിക്സ് ചെയ്തില്ല. വേറെയൊക്കെ ഉണ്ട് കേട്ടോ, കൂടിയതൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇഷ്ടപ്പെട്ടത് സൈസ് അവൈലബിൾ അല്ല അങ്ങനെ. അപ്പോൾ ഒക്കെയാണ്. ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആ യെല്ലോ വൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ കൂടിയതാണ് കേട്ടോ. ഇതൊക്കെ കൂടിയതാണ്. ഇത് 700 സംതിങ് 750. പിന്നെ ഏതാണോ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഞാൻ കാണിച്ചു കേട്ടോ. ദിസ് വൺ കണ്ടോ, ഇതാണ് ഇഷ്ടപ്പെട്ടത്. അത് പക്ഷേ സൈസ് അവൈലബിൾ അല്ല. ഇതൊന്നും ഇഷ്ടമില്ല കേട്ടോ. ആദ്യം അതാണ് ഇഷ്ടമായി. പിന്നെ ഇത് കുഴപ്പമില്ല. ദിസ് ബ്ലൂ. പക്ഷെ നമുക്ക് പറ്റില്ല. ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാടൊന്നും ആയില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക്. പിന്നെ വേറെ എന്താണെന്നറിയോ, ഈ സംഭവമില്ലേ ഈ ചെവിയിൽ വെക്കുന്ന അത്. ആ കുഞ്ഞിപ്പെണ്ണിത് ഇവിടെ നോക്കാം.
അപ്പോൾ അതൊക്കെ കുറച്ച് പ്രശ്നമാണ്. പിന്നെ ഓട്ടോക്കാരുടെ കത്തി, അതാണ് മെയിൻ പ്രശ്നം. ആ കുഞ്ഞിപ്പെണ്ണിന് കണ്ടോ ഗൈസ്, ഇവിടെ കയറിട്ടോ അസിൻ ചേട്ടൻ്റെ കൊച്ചിനൊരു ഹെയർ ബാൻഡ് എടുത്തു, ക്യൂട്ട് സംഭവം എടുത്തു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആക്ച്വലി എൻ്റെ തലയിൽ വെക്കാനായിട്ട്. പക്ഷേ ഇച്ചിരി റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ചെറിയൊരു റിഗ്രഷൻ ഉണ്ട്, എടുക്കാത്തതിൻ്റെ ഒരു റിഗ്രഷൻ എനിക്കുണ്ട്. കുഴപ്പമില്ല. നമ്മളിപ്പോൾ മര്യാദ കണ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എൻട്രൻസ് തപ്പി നടക്കാനുള്ളത് എന്താ പറയുക, ഞാൻ മര്യാദക്ക് വന്നാണ് നമുക്ക് വന്ന വഴിയെ തിരിച്ചോളാം. അപ്പോൾ ഇതിന് പോയി അവിടെ എത്തും, അതിന് പോയി എവിടെ എത്തും നമുക്ക് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയോ എത്തി. ഞാൻ അവിടെ നോക്കി നോക്കും, എവിടെയോ എത്തി. നമ്മളിപ്പോൾ വഴി അറിയില്ല, ഇനി ഇങ്ങോട്ട് കൊണ്ട് ഞാൻ അവിടെ ചോദിച്ചിട്ട് പോകാനായിട്ട്. അതിൻ്റെ ഇടയിൽ ചിക്കൻ കറി ഒരു കട കയറി കേട്ടോ. ചിക്കൻ കറി ടോപ്പ് ഇവിടെ അതൊക്കെ എനിക്ക് പറഞ്ഞാൽ പിടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പുറത്തേക്ക് ചാടും എന്നുള്ളത് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. സ്ഥലം മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. അവിടെ വയ്യാണ്ടായി ഗൈസ്, നടന്നു ഒരുപാടല്ലേ ഗൈസ്. ഫൈനലി ഞങ്ങൾ ഏത് വഴിയാണ് വന്നത് എന്ന് കണ്ടുപിടിച്ചു ഗൈസ്. വന്ന വഴിയിലേക്ക് എങ്ങനെയൊക്കെയോ നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ നമ്മളിനിയിപ്പം നേരെ തിരിച്ച് ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ബാഗ് പിടിച്ചേക്ക് നടക്കുന്നത് ഗൈസ്. കണ്ടോ, എൻ്റെ ബാഗ് ഗ്രീൻ ഫ്ലാഗാണ്, ഗ്രീൻ ഫോറസ്റ്റ് ആണ് കാറ്റൊക്കെ. പക്ഷേ പല കാര്യത്തിലും റെഡാണ്, പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ഗ്രീനാണ് ഗൈസ്. ഇതാണ് പ്രശ്നം. ഈ ഫോൺ വഴിക്ക് എൻ്റെ അമ്മയെ കാണാണ്ടാവും. ഒരു തുണിക്കാട് കണ്ടാൽ, ഒരു ചുരിദാർ ടോപ്പ് കണ്ടാൽ എൻ്റെ അമ്മേനെ മിസ്സാവും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിൽക്കേണ്ടി വരും. നമ്മുടെ ഫുൾ റിങ്സ് ആണ് കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങില്ല, അവിടെ നല്ല നോക്കാം. എനിക്ക് റിങ്സ് ഉള്ള ആളാണ് അവിടെ ഗൈസ്. എനിക്ക് റിയലി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ നമ്മൾ കയറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവരെ എനിക്ക് സമ്മതിച്ചില്ല. ഇവർ നോക്കി കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ. അതാണ് പ്രശ്നം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇയറിങ്സ് ഒക്കെ കുറേ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നടക്കുക. ഇനി എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മോമോ കഴിക്കാന്നുള്ളതാണ്. ഞാൻ ഇനി അതിന് വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോമോ എന്തൊക്കെ നല്ല കഴിക്കാം. മോമോ കഴിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. മോമോ കഴിക്കാൻ പോകില്ല. കാരണം ഇതിന് പറഞ്ഞപ്പോൾ ഞാൻ മോമോ കഴിച്ചു. ഞാൻ ഈ കമ്മലിൻ്റെ കളർ പോയിട്ടോ. അപ്പോൾ എനിക്ക് ഈ കമ്മൽ നോക്കിനെ പോയി കുറേ സ്ഥലത്ത് നോക്കി. പക്ഷേ ഇവിടെ ഒന്നും ഇല്ല, സെയിം പണിയില്ല. ഇതിനിപ്പം ഇതെനിക്ക് മേടിക്കണം, എന്തായാലും തുറന്നില്ല. അപ്പോൾ നോക്കാം എവിടെയെങ്കിലും കിട്ടുമോ. അപ്പോൾ അവരവിടെ വേറെ സ്ഥലത്ത് കയറിയോ. ഞാനിപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തു. ഞാൻ നല്ല തിരക്കാണ്. ഞാനിങ്ങനെ ഫോൺ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ചടക്കുന്നുണ്ട്. പക്ഷേ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ കേട്ടോ. ഞാനിങ്ങനെ റൂമിൽ ചെന്നിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു കേട്ടോ. എനിക്ക് ആക്ച്വലി ഒരു സൽവാർ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഞാൻ കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ചതൊന്നും എനിക്ക് കിട്ടിയില്ല സൽവാർ. നോക്കണം എന്തായാലും. ഇനിയിപ്പം നെക്സ്റ്റ് മന്ത് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിനനുസരിച്ച് സൽവാർ എടുക്കണമെന്നുണ്ട്, അതിന് വേണ്ടി വാങ്ങാം. നോക്കാം. എനിക്കുണ്ടല്ലോ ശരിക്കും എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കും. ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ചു തരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എനിക്ക് സമയമില്ല. നമ്മളിപ്പോൾ പോകാനായിട്ട് ടൈമായി. ഭയങ്കര ബ്ലോക്കാണ്. ഈ സമയത്ത് ഇറങ്ങിയാൽ നമുക്ക് ശരിക്കും 6 കിലോമീറ്റർ ഉള്ളൂന്നെങ്കിലും 6 കിലോമീറ്റർ ഉള്ളൂന്നുണ്ടെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യുമ്പം ഒത്തിരി ടൈം എടുക്കും. ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് ഇറങ്ങി പോയി. ഇനിയിപ്പോൾ നമുക്കൊന്നും നോക്കാൻ ടൈമില്ല. നമ്മൾ കഴിച്ച് നമുക്ക് അവിടെ നേരം പോകാം. ഇനി നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും നമ്മളിവിടെ ഫസ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ഭയങ്കര കൊടുക്കാണല്ലോ. അപ്പോൾ വരാത്ത ഒത്തിരി പേരുണ്ടാവും, ഒരു സ്ഥിരമായിട്ടുള്ളവരുണ്ടാവും. ആൾക്കാരൊക്കെ ഞാൻ നോക്കുന്നത് കഴിച്ച് ഭയങ്കര ചടക്കില്ല. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരും. എനിക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഡെഫിനറ്റ്ലി കാണിച്ചു തരും. അപ്പോൾ ഓക്കെ ഗൈസ്, നോക്കുമ്പോൾ കാണാം. കോസ്കിയാണ് ഗൈസ്. നല്ല രസം കേട്ടോ. ഇവിടെ കുറേ ഡ്രസ് ഉണ്ട് റൈറ്റ്സിനൊക്കെ പറ്റിയ. കണ്ടു ഗൈസ് കുറേ ഉണ്ട്. കുറേ നല്ല രസമുള്ള ഗൈസ്. ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പൊട്ടറ്റോ ട്വിസ്റ്റ്, പിന്നെന്താ അങ്ങനെയൊക്കെ ഉണ്ട്. കുറേ സാധനങ്ങൾ ഉണ്ട്. എനിക്കല്ല കേട്ടോ, വേറെ ആർക്കാണ്. അവിടെ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരൊന്നും കാണുന്നത്. ഞാൻ ഫ്രൈഡാണ് പറഞ്ഞിരിക്കുന്നത്, ചിക്കൻ ഫ്രൈഡ്. ഗൈസ് ഈ സാധനം കണ്ടോ, ഇത് ഇവിടെയുള്ള കുറേ ആൾക്കാർ ഇത് കാലിട്ടുണ്ട്. ജനത്തിങ്ങനെ എന്താണ് എനിക്ക് വേണമെന്ന് വിചാരിച്ചായിരിക്കുമല്ലോ. ഹലോ ആയാ നമ്മളിപ്പം ഇവിടെ ഉണ്ട് ഓട്ടോ കയറി. ഇവിടെ ബ്ലോക്ക് ആണ് കേട്ടോ. സിഗ്നൽ ആകുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ മോമോ വാങ്ങാൻ കയറിയിട്ട് നമ്മൾ ഫാസ്റ്റിൽ കാരണം നല്ല മഴക്കാരുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഓടിയും കാര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ വേഗം പോകുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ മോമോ നമ്മൾ ഫാസ്റ്റിലാക്കിയിട്ട് ഓട്ടോ വെച്ചിട്ട് കൂടി ചെന്നിട്ട് മോമോ വയ്ക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. ചിലപ്പോൾ ചൂടാകുമെന്ന് അറിയില്ല. ഇവിടുത്തെ ട്രാഫിക് കാരണം എന്നാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം അല്ലേ. അപ്പോൾ പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ് നമ്മൾ റൂമിൽ എത്തിയത്. അപ്പം മോമോ ആണ്. മോമോ വയ്ക്കാൻ പോയാണ്. നമ്മുടെ പ്ലേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ഡിപ്പ് ചെയ്യും. അവിടെ വന്ന് സ്റ്റീം കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച് നോക്കാം. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചേ. ഈ പ്രാവശ്യം ഫ്രൈഡ് റൈസ് ചെയ്യാൻ വിചാരിച്ചു. കുറച്ച് എരിവുണ്ട് മാത്രം കേട്ടോ. ഇച്ചിരി എരിവില്ല. ശരിക്കും ഭയങ്കര അഫോർഡബിൾ ആണ് ഗൈസ്. 100 രൂപ എന്നത് പോയിന്റ്. ഏകദേശം 9 10 ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 5 എണ്ണത്തിന് എത്രയോ കൊടുക്കാം. നല്ല റേറ്റ്. എന്നാലും കഴിച്ചു തരാം. യെസ് ഗൈസ്, അങ്ങനെ
നമുക്ക് കഴിച്ച് കഴിഞ്ഞു. സാധാരണ അപ്പം കഴിക്കാറുണ്ടോ, പക്ഷേ അപ്പം ഇഷ്ടമായി ഒരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു 9 അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് അത് കഴിച്ചത്. കഴിച്ച് കഴിഞ്ഞു. ഒന്നും വാങ്ങായിരുന്നു എന്തുണ്ട് നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് ചാപ്പലിൽ പോകണം കാട്ടാനല്ലോ. അത് എൻ്റെ 8:05 ഇവിടെ ഫുഡ് കിട്ടാം. അല്ല 8:05 ഫുഡ് ഉണ്ട്. അപ്പോൾ 8:05 ഫുഡ് കഴിക്കാൻ ചെല്ലാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞ് വന്ന് കിടന്നു തുടങ്ങണം. ഇതാണ് ഇനിയുള്ള പ്ലാൻ. നാളെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് നമുക്ക് ഒന്നും സ്ഥലത്ത് പോകാനുണ്ട്. അവിടേക്ക് പോയിട്ട് നാളെ രാവിലെ അവിടേക്ക് പോയി നാളെ വൈകുന്നേരമാണ് നമുക്ക് തിരിച്ച് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇനി ഫ്രഷ് ആയി വന്നിട്ട് കാണാം. നമ്മളിപ്പം ചാപ്പലിൽ പോയിട്ട് വന്നിട്ട് അവിടെ ഇപ്പം ബ്രദേഴ്സിൻ്റെ അച്ഛന്മാരുടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇവിടെ തിരിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ വന്ന് കൊന്തയിലാണ്. കൊന്തയിൽ കഴിഞ്ഞിട്ട് പിന്നെ കൊന്ത ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ച് വന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയത് എന്നൊക്കെ കാണിച്ചാൽ കേട്ടോ. ഫുഡ് വന്നേരത്തെ കേസ് നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചാൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നിസ്സാര കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം കാണിച്ചാൽ കേട്ടോ. കാണിച്ചാൽ ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിയ സാധനം. ഇത് ഞാൻ നോക്കി നോക്കാൻ നാട്ടിൽ നിന്നേ വാങ്ങാൻ നോക്കി വെക്കണമെങ്കിൽ ഇവിടെ വന്നപ്പോൾ കുറച്ച് സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിന്നേ വാങ്ങിട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡ്, ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡൊക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അത് വാങ്ങിയില്ല. ഇത് വാങ്ങിയത് ഞാൻ ഇതിലുള്ള എല്ലാ കടയിലും ഉണ്ടായിരുന്നു. ഇതിന് ആദ്യം തന്നെ കണ്ട കടയിൽ തന്നെ വാങ്ങിച്ചു കളർ. പക്ഷേ വേറെ എവിടെ ഞാൻ കളർ കണ്ടില്ല. ഇത് ഞാനൊരു മാറ്റ് ഫിനിഷ് ഉള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അല്ലാത്തതുണ്ടായിരുന്നു ഇങ്ങനെ ഗ്ലേസിംഗ് ഉള്ള പോലത്തെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാറ്റ് ഫിനിഷ് ഉള്ളതാണ്. ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. ബാക്കിയുള്ള എല്ലാ കടയും കയറിയിട്ട് ഞാൻ നോക്കാറുണ്ട്. പക്ഷേ ഞാൻ തന്നിച്ചില്ല. എല്ലാം കൂടി ഇതിനെ തന്നെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചു ക്യൂട്ട് സാധനം കണ്ടോ. ഇതൊരു ക്യൂട്ട് ഹെയർ ബാൻഡാണ് കേട്ടോ. ചെറുതിങ്ങനെ ചെറുതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ ഫ്ലോറൽ പ്രിൻ്റ് വന്നിട്ട് ഒരു മസ്റ്റർഡ് യെല്ലോ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ വാങ്ങിക്കാം. അങ്ങനെ രണ്ടെണ്ണം വാങ്ങി. പിന്നെ വാങ്ങിയത് ഈ ഒരു ചിക്കൻ കറിയുടെ ഒരു ടോപ്പ് തന്നെ. ഇത് പക്ഷേ ആക്ച്വലി എനിക്ക് വേണ്ടിയോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയോ അല്ല. ഇത് അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചിക്കൻ പുള്ളിക്കാരി വേണ്ടോ. കാരണം ഞങ്ങൾ കഴിഞ്ഞ തവണ ബാംഗ്ലൂർ വന്ന സമയത്ത് എനിക്ക് ഒരു ചിക്കൻ കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ കളർ നാളെ ഞാൻ അതാണ് ഇടുന്നത്. ഫസ്റ്റ് ടൈം ഇടുന്ന നാളെയാണ്. ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കണ്ടപ്പോൾ ചേച്ചിക്ക് ആ കളറിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളർ എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. പക്ഷേ ആ കളർ കിട്ടില്ല. മീഡിയം സൈസാണ് എടുത്തത്. ഒരു കടയിലും ഇല്ല. ഇവിടെ അങ്ങേറ്റം എല്ലാ കടയിലും കിട്ടും. മീഡിയം ഇല്ല, ലാർജിലും എക്സലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം മീഡിയമിൽ ആ സൈസ് ഇല്ല, അല്ല ആ കളറില്ല. അതുകൊണ്ട് കണ്ടതിൽ ഇഷ്ടപ്പെട്ട കളറാണ്, പുള്ളിക്കാരി ചെയ്യുന്ന കളറാണ്. അപ്പം നല്ലൊരു ബ്രൗൺ കളർ ഉള്ളത്. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയതാണ് ഈ ചെരുപ്പ്. ഇത് 100 രൂപ ചെരുപ്പാണ്. ഇതിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ വളരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസം ഇട്ടിട്ട്. അപ്പോൾ ഈ ഒരു ചെരുപ്പ് വാങ്ങി. ഒരെണ്ണം വാങ്ങാൻ എന്നുള്ള തീരുമാനത്തിലായിരുന്നെങ്കിലും അവസാനം 2 എണ്ണം വാങ്ങി. കണ്ട പീസ് 2 ചെരുപ്പ്. ഇതും അത് അങ്ങനെ 2 ചെരുപ്പ് വാങ്ങി കേട്ടോ. 100 രൂപ 125 അല്ലേ 125 അതാണ് നല്ലത്. ഞാനൊക്കെ 10th പഠിക്കുന്ന സമയത്ത് വരുമ്പോഴും ഇവിടെ ചെരുപ്പ് 100 രൂപയാണ്. ഇപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തവണ 100 രൂപ ചെരുപ്പൊന്നും ഞങ്ങൾ കണ്ടില്ല. അത് ഞാനും അപ്പൻ്റെ ഞങ്ങളിങ്ങനെ ധൃതി പിടിച്ചിട്ട് ഓരോ കാല സ്ഥലത്തൊക്കെ പോകുന്നതിൻ്റെ ഇടയിലൊക്കെ പോയി തിരഞ്ഞ് എടുത്തിട്ടാണ് കിട്ടാതെ സമയമില്ല. പിന്നെ ഇതൊരു പലാസമാണ്, ഒരു വൈറ്റ് കളർ പലാസോ. ജസ്റ്റ് ഒരു അത്യാവശ്യ കാര്യം വൈറ്റ് കൊണ്ട് ഉള്ളത് കൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതും 100 രൂപയുള്ളൂ. 100 രൂപയുള്ളൂ. ഇതിന് 100 രൂപയുള്ളൂ. ഇതൊരു അത്യാവശ്യം ഉള്ളത് മാത്രം ഉപയോഗിക്കാണ്. വീട്ടിലിടാം എന്നൊക്കെയുള്ളൊരു ധാരണയിൽ വാങ്ങിയതാണ്. പിന്നെ വാങ്ങിയത് എനിക്കൊരു ജീൻസ്. ഇത് ഞാൻ അവിടെ പോയില്ലായിരുന്നെങ്കിലും വാങ്ങിയാണ് ജീൻസ്. കണ്ടോ ഇതാണ് ജീൻസ്. കാരണം എൻ്റെ ജീൻസൊക്കെ ആശയിക്കുന്നു. അതെനിക്ക് ജീൻസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയില്ലായിരുന്നെങ്കിലും ഈ ജീൻസ് ഞാൻ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ബാംഗ്ലൂർ പോയി അവിടെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതൊന്നും വാങ്ങി. ഒരു ബ്ലൂ ജീൻസ് വാങ്ങണം. ഇനി ഒരു ബ്ലൂ ജീൻസ് കൂടി വാങ്ങണം. ഇതെനിക്ക് ഇതുവരെ ഞാൻ ഇടാത്ത കളറാണ്. നല്ലൊരു കളറാണ്. ഇത് വാങ്ങി. എനിക്കില്ല സാധനത്തോടെ ജീൻസും 2 ചെരുപ്പും ആ ഒരു ക്ലിപ്പ് അത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇതൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. ഇതൊരു പാൻസ്. ഇതിൻ്റെ ടോപ്പ് വരുന്നത് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് യെല്ലോ. ഇപ്പോൾ കുറച്ചായിട്ട് യെല്ലോനോട് ഭയങ്കര പ്രത്യേകത ഇഷ്ടം ഇപ്പോൾ ഉണ്ട്. കണ്ടോ അയ്യോ വീഡിയോ എടുക്കണോ. കണ്ടോ ഇത് അമ്മയ്ക്കാണ് കേട്ടോ. 350 ഉള്ളൂ. ഇത് 2 കൂടിയിട്ട് അത്യാവശ്യം നല്ല അഫോർഡബിളാണ്. 2 350 കിട്ടുന്നത്. കാരണം നല്ല മെറ്റീരിയലാണ്, കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ നമുക്ക് ചുരുക്കി പോകുമ്പോഴാലും അങ്ങനെ ഇതിലോട്ടാണ്. ഇതൊരു വീനെക്ക് പാറ്റേൺ വന്നിട്ട് ഇവിടെ ഈ ഒരു തുണിയിൽ തന്നെ വെച്ചിട്ട് പുറത്ത് വരെ പോകുന്നതാണ് വെച്ചിട്ടുള്ള ഒരു കവർ ചെയ്തിട്ടുള്ളൊരു ഇതാണ്. ഒരു ഡീറ്റെയിലും കാണാനെങ്കിൽ ഒരു ലേസ് ഒക്കെ ഉണ്ട് ഈ അറ്റത്ത്. ഇത് ബോട്ടം വന്നിരിക്കുന്ന ആ സെയിം മെറ്റീരിയൽ തന്നെ ഒരു വീനൊക്കെ പോലെ കൊടുത്തേക്കാണ് കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് ക്ലോസ് ആക്കിയിട്ട് കാണാൻ അത്യാവശ്യം കൊള്ളാം, നല്ലതാണ്. ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും. അത്യാവശ്യം കുറച്ച് ഷേപ്പ് ചെയ്ത് വരും എന്നാണ് എൻ്റെ ഒരു ഇങ്ങനെ യെല്ലോ തന്നെ നോക്കിയെടുക്കണം. ഞാൻ വെച്ചു വെക്ക് അമ്മച്ചിട്ടുണ്ട്. അതിൻ്റെ സമയത്ത് ചെയ്യുന്നത് കാല് വീട് പിന്നെ മേടിച്ചത് എടുത്ത് വെച്ചു. അതായത് പൊട്ടിക്കാറില്ല. പൊട്ടിക്കാറ് കാണിച്ചാൽ മതി. ഈ ഒരു ബാഗ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. പൊട്ടിക്കട്ടെ നമുക്ക് മനസ്സിലാക്കി പൊട്ടണില്ല. അതാണ് കിട്ടാൻ വേണ്ടി വന്നത്.
നിങ്ങൾക്കിപ്പം ASMR വീഡിയോ കാണുന്ന പോലെ ഉണ്ടാവില്ലേ? സോറി കഴിഞ്ഞു. ഇതോടെ അത് കഴിക്കാൻ നിർത്തി. കണ്ടോ, ഇതൊരു ബാഗോ. ഈ സംഭവം നമുക്ക് ഇട്ട് മാറ്റാൻ പറ്റുമേ. ഈ ഒരു ബാഗ് ഇത് 200 കേട്ടോ. ഞങ്ങൾ 3 ബാഗ് വെച്ചിട്ടുണ്ട്. ഇത് അമ്മയ്ക്കോ അനിക്കോ അതിൽ കൊടുക്കും. 3 ബാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 200 രൂപ ഉള്ളൂ ബാഗിന്. അത്യാവശ്യം കുഴപ്പമില്ല. ഞങ്ങൾ മുന്നേ വന്നപ്പോൾ 2 ബാഗ് വാങ്ങിച്ചായിരുന്നു. കുഴപ്പമില്ല, നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇട്ടിരുന്ന ബാഗും ഇന്ന് ഞാൻ നമുക്ക് ഇട്ടത് അമ്മ ചോദിക്കുന്നത് ബാഗൊക്കെ വന്ന് ഞാൻ 200 വാങ്ങിയതാണ്. ഇപ്പോൾ കാണിച്ച ആ ബാഗ് തന്നെ സെയിം ബ്ലാക്ക് കളറുണ്ട്. എനിക്ക് ഇതാണ് കുറച്ച് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇത് കൊടുത്തു. ഇതുപോലെ തന്നെ അമ്മയ്ക്കോ അനിക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് എടുക്കാം. അങ്ങനെ ഇത് 200 തന്നെയാണ്. പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡിസൈനിലൊക്കെ വ്യത്യാസമുണ്ട്. കളറും കുറച്ച് വ്യത്യാസം കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അയച്ചു കൊടുത്തപ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ എനിക്കല്ല ലിഞ്ചിക്ക് ഇഷ്ടപ്പെട്ടു. ലിഞ്ചിക്ക് വേണ്ടിയിട്ടാണ് ലിഞ്ചിക്ക് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുവന്നിട്ട് ഇത് 200 രൂപ. അങ്ങനെ ഇത്രയും സാധന സാമഗ്രികളാണ് നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് വാങ്ങിയത്. ഇനി എന്താണ്, ഇനി ഫുഡൊക്കെ കഴിച്ചാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് അവിടെ നിന്ന് കാണിക്കുന്നത്. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ബാഗിലേക്ക് എടുത്ത് വെക്കണം. അപ്പം ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പോവാ റീൽസ് കണ്ടിരിക്കുക കുറച്ച് നേരം. പിന്നെ കിടന്ന് പറഞ്ഞാൽ നാളെ ഒരു 7 മണിയാകുമ്പോൾ നാളെ വരുന്ന എന്തെങ്കിലും പ്രാർത്ഥനയല്ലോ. അതിന് ശേഷം 7 മണിയാകുമ്പോൾ ഇവിടെ നല്ല കുർബാന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് പോകണം. കുർബാന കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിസ്റ്ററിനെ കണ്ടിട്ട് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇറങ്ങും. നാളെ 1-2 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ അതിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം. അങ്ങനെയൊക്കെ ആണ് നാളത്തെ കാര്യങ്ങൾ. നാളെ വൈകുന്നേരം നമ്മൾ തിരിച്ച് പോകട്ടോ. നാളെ വൈകുന്നേരം തിരിച്ച് പോകും. പിന്നെ ഇന്നത്തെ കഴിഞ്ഞു. ഇനി നാളെ കാണാം പ്ലീസ്. നാളെ എന്തായാലും രാവിലെ എണീറ്റ് കഴിയുമ്പോഴൊന്നും വീഡിയോ എടുക്കാനൊരു ടൈം ഉണ്ടാവില്ല കേട്ടോ. നാളെ മോസ്റ്റ്ലി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും കുർബാനയൊക്കെ കഴിഞ്ഞ സിസ്റ്ററിനൊക്കെ കണ്ട് വന്ന് നമ്മൾ പോകാനൊക്കെ കിടക്കുന്ന ടൈമിലൊക്കെ ആയിരിക്കും കേട്ടോ മിക്കവാറും വീഡിയോ എടുക്കുന്നുണ്ടാവാം. അപ്പോഴും എടുക്കാൻ പറ്റുന്ന അറിയില്ല. ഇനി തിരക്ക് പിടിച്ചൊക്കെ പോകാനാണെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓട്ടോയിലൊക്കെ കയറിയതിന് ശേഷം വീഡിയോ എടുക്കുള്ളൂ. അതായത് മാക്സിമം പറ്റുമോ നോക്കാം. എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റുക അങ്ങനെയൊക്കെ. ഇനി പറ്റുകയാണെങ്കിൽ എടുക്കാം. എനിക്കിപ്പോൾ നാളത്തെ ഒരു ഔട്ട്ഫിറ്റ്സൊക്കെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. ഔട്ട്ഫിറ്റ്സൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് എടുക്കണം. അങ്ങനെ വലിയൊരു ആഗ്രഹമാണ്. നോക്കാൻ നോക്കുന്നത് ഔട്ട്ഫിറ്റ്സൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് അപ്പോൾ നാളെ എന്തെങ്കിലും കാണാം. ഇനി എന്തായാലും കുറച്ച് പോയിട്ട് പടമൊക്കെ ഇരിക്കട്ടെ എന്ന് ഫോൺ അധികം യൂസ് ചെയ്തിട്ടില്ല. നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മളെ നോക്കി കുറച്ച് ഇരുന്നിട്ട് എടുക്കാൻ പറ്റില്ല. യെസ് ഗൈസ്, നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ കളിയാക്കണുണ്ടോ ഇപ്പോൾ വീഡിയോ എടുക്കണേ. പള്ളിയിൽ പോയി വന്നു. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാനുള്ള ടൈം കഴിഞ്ഞു. അപ്പോൾ ഇനി ഇപ്പോൾ പോകാമെന്ന് വിചാരിച്ച് കണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ പോയിട്ട് ഓക്കെ. ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ഫോണിൽ ചാർജ് ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല ഞാൻ പറയാൻ കുറയും. അത് മാത്രമല്ല പോകാനുള്ളതാണല്ലോ. അപ്പോൾ ഫോൺ ഫുൾ ചാർജ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വന്നിട്ട് കാണാം. ഹായ് ഗൈസ്, അങ്ങനെ ബാംഗ്ലൂരിനോട് ഇത്രയും സമയമായിരിക്കാം. ബാംഗ്ലൂരിനോട് ഡ്രസ് ചെയ്യാൻ വീട് ഞങ്ങൾ ഇറങ്ങാൻ വരുന്നത്. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ടൈമിൽ പോകണം. നാട്ടിലേക്ക് പോകണം കേട്ടോ. നമ്മൾ കണ്ടുപോയി ഔട്ട്ഫിറ്റ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരിപ്പം നെക്സസ് മാളിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫോറം മാൾ, നെക്സസ് മാൾ എന്നൊക്കെ പറയും. ഇപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ആക്ച്വലി നമുക്കിതിന് മുന്നേ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ എന്ത് വാങ്ങും എന്നുള്ള അലഞ്ഞിരിനുള്ള നടത്തത്തിനൊടുവിൽ നമ്മൾ എത്തിച്ചേർന്നത് KFCയിലാണ്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മീലോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതാണ് വാങ്ങിയത് കേട്ടോ. അത് ഇനഫായിരുന്നു നമുക്ക്. പിന്നെ നമ്മൾ ഈസി ബൈയിൽ കയറി. ഈസി ബൈയിൽ നിന്നൊന്നും കിട്ടിയില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ സുഡിയോയിൽ കയറി കേട്ടോ. കാരണം എനിക്ക് ബർത്ത്ഡേ ആയിട്ട് ഡ്രസ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ സുഡിയോ ഉണ്ട്, പക്ഷെ എന്നാലും എന്തായാലും ഇവിടെ നമ്മൾ വെറുതെ വന്നിരിക്കുകയാണല്ലോ എന്ന് വെച്ചിട്ട് ഇവിടെ വന്നു. ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ സുഡിയോയിൽ നിന്ന്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് സുഡിയോന്ന് ഡ്രസ്സ് എടുത്തു. എനിക്കും എൻ്റെ ബ്രദറിനും എടുത്തു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇവിടെ ചുമ്മാ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചാർജ് ചെയ്യാനുള്ള ചാർജും കൂടെ ഉണ്ടാവും. പിന്നെ കേട്ടോ അവിടെ ഇവിടെ ആയിട്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. എന്തായാലും ട്രെയിനിൻ്റെ ടൈം ആയിട്ടില്ല. അപ്പോൾ അതുവരെ ഇങ്ങനെ തെറ്റിനൊക്കെ നടക്കണം. അതിൻ്റെ പരിപാടി. പിന്നെ എന്താ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം. അതിന് മുന്നേ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ട്. നോക്കാം, ടൈം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകാം. പക്ഷേ ഇവിടെ അടുത്ത് വേറെ സ്ഥലമില്ല എന്നാണ് ഒരറിഞ്ഞത്. അപ്പോൾ എന്തായാലും നോക്കാം. എവിടെ പോകാൻ പറ്റില്ല. നേരെ ടൈം ആകുമ്പോൾ തിരിച്ച് പോകാം. ഇന്ത്യയൊക്കെ ആകെ ഇങ്ങനെ ചടക്കി നാശമായിട്ട് ഒപ്പി കെട്ടി വെച്ചു. ഇങ്ങനെ ഇരിക്കുകയാണ്. പതിനൊന്നും കേട്ടില്ല. എവിടേക്കും ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ വലിയ ഓഫർ ഉണ്ടെന്ന് പറയാം. ഈ ഓഫർ ഒന്നുമില്ല. ഒട്ടും ഓഫറില്ല. എന്നാൽ കാണാൻ കൊള്ളാവുന്ന സംഭവങ്ങളില്ല. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലൊരു സുഖമൊന്നും കിട്ടിയായിരുന്നു. ലൈഫ് സ്റ്റൈലൊക്കെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതിന് നല്ല സുഖം. എനിക്ക് ഫസ്റ്റ് സ്റ്റൈൽ ഉണ്ട്. സ്റ്റൈൽ ഒന്ന് കയറുന്നത് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കാൻ കേട്ടോ. കുറേ നാൾ മുന്നിൽ കയറി സ്റ്റൈൽ. അപ്പം ഇത് സ്റ്റൈൽ ഉണ്ടപ്പോൾ കയറുന്നുണ്ട്. ഫോൺ അടിക്കുന്ന സൗണ്ട് അറിയിച്ചത്. ഞാനിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. അതൊന്നും ചായയില്ല. പിന്നെ കോഫിയാണുള്ളൂ. കോഫി ഇവിടെ അടുത്ത് കുട്ടികളെ അപ്പം ഇഷ്ടമാണ്. പക്ഷെ അപ്പം അധികം കുടിക്കില്ല. പിന്നെ ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ചായ കുടിക്കാം. പിന്നെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. നിൽക്കുന്ന കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ അങ്ങോട്ട് പോയി പോകാം. അവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യണം. ഇത്ര നേരം മോളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇത്രയും തണുപ്പുണ്ടായില്ല കേട്ടോ. പുറത്തിറങ്ങിയിട്ട് നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പ്. ഒരു ചായക്കട കണ്ടുപിടിച്ചു. നമ്മൾ പോകാൻ കേട്ടോ. നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ചായ കുടിക്കാൻ കയറിയിട്ടോ. ഇവിടെ ഒരു ഇതാണ് കട. ഈ കടയിലാണ് കയറി. അപ്പോൾ ഞാൻ ചായ കുടിക്കാം. ഞാൻ ചായ കുടിക്കാനില്ല. അപ്പനും അമ്മയും മാത്രം ചായ കുടിക്കണുള്ളൂ. അപ്പോൾ അവിടെ ഈ നടന്ന് വരുന്ന ആ വഴിക്ക് ഒരു ചേട്ടൻ ഡൽഹി ഫേമസ് മൊമോ എന്ന് പറഞ്ഞിട്ട്
ഒരു ചെറിയ തട്ട് പോലെ ഇട്ടിട്ട് മോമോ വിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പം ഇന്നലെ മോമോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അപ്പം പറഞ്ഞാൽ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ഫ്രൈഡ് മോമോ വാങ്ങാം. അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, അതൊക്കെ തന്നെ. അപ്പം ഞാനൊരു ഉപ്പ് സോഡ വാങ്ങി കേട്ടോ, അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ദേ ഇവിടെ വന്നിട്ടാണ് കേട്ടോ മോമോ വാങ്ങിയത്. ഈ ചേട്ടൻ്റെ അടുത്തു നിന്നായിരുന്നു. ഒരു പാവം ചേട്ടനാണ് കേട്ടോ, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഫ്രൈഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നത്. കൊള്ളായിരുന്നു, ഇതും കുഴപ്പമില്ല. മോമോ ഒക്കെ വാങ്ങിയിട്ട് തിരിച്ചത് നെക്സസ് മാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര കാറ്റും തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ വന്നിരുന്നു. നമ്മളുടെ ഫ്രണ്ടിൽ കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അവർ ഈ പ്ലെയിനൊക്കെ ഉണ്ടാക്കി എറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു പേപ്പർ കൊണ്ടിട്ട്. അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് മോമോയൊക്കെ കഴിച്ചു തീർത്തു. അതിനുശേഷം റാപ്പിഡോ ബുക്ക് ചെയ്ത് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രാഫിക് ബ്ലോക്കൊക്കെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ബുക്ക് ചെയ്തത്. ആക്ച്വലി ടൈം ആയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ വിചാരിച്ചത്ര ട്രാഫിക് ബ്ലോക്കോ പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ടായിരുന്നിരിക്കാം. അത്ര വലിയ ട്രാഫിക് ബ്ലോക്കോ പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ എത്താൻ പറ്റി, വലിയ ബ്ലോക്കില്ലാണ്ട് എത്താൻ പറ്റി കേട്ടോ. അപ്പം നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിട്ടോ. ഹലോ, വൈറ്റ്ഫീൽഡ് റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ വൈറ്റ്ഫീൽഡ് എത്തി. ഇനി അത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് വൈറ്റ്ഫീൽഡ് എന്നാണ്. പിന്നെ നമ്മൾ അവിടെ ഒരു ആമ്പൂർ ഹോട്ടലുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ നൈറ്റിലേക്ക് ഫുഡ് വാങ്ങുന്നത്. അവിടെ നല്ല ഫ്രൈഡ് റൈസ് ഉണ്ടോ, ഞങ്ങൾ മുന്നേ വന്നപ്പോൾ കഴിച്ചായിരുന്നു. നല്ല ഫ്രൈഡ് റൈസ് ആണ്, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല, കഴിക്കാനായിട്ട് കുഴപ്പമില്ല. ഫ്രൈഡ് റൈസ് ഉണ്ടോ, അവിടെ പോയിട്ട് ഫ്രൈഡ് റൈസ് വാങ്ങണം. കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിയാൽ പോലെ, ഇപ്പോൾ വാങ്ങില്ല. 8:45 ട്രെയിൻ, 8:30 ട്രെയിൻ. അപ്പോൾ കുറച്ചേക്കും വാങ്ങുന്നത്. ഫ്രൈഡ് റൈസ് വാങ്ങുന്നുണ്ട് ഗൈസ്. ഇത് വെറുതെ വേണം, ഫ്രൈഡ് റൈസ് വാങ്ങിക്കണം. രാത്രി ആകുമ്പോൾ എനിക്ക് വിശക്കും, ഫ്രൈഡ് റൈസ് വേണം. അവിടെ ഉണ്ടാവും ഉള്ളിൽ മോമോ കഴിച്ച വേസ്റ്റ് കണ്ടിട്ട് ഞാൻ ഇനി ട്രെയിനിലൊക്കെ കയറി കാണാം. അല്ല, അതിന് മുമ്പ് ഫുഡ് വാങ്ങാൻ പോകാം. എനിക്ക് എൻ്റെ അമ്മേനെ കണ്ടു, രണ്ടുപേരും കൂടി പോണേ കണ്ടോ. എൻ്റെ വീട് നടന്നു കേട്ടാ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അമ്മേനെ പിടിച്ചപ്പോൾ തന്നെ രണ്ടുപേർ കൈമിച്ചാൽ നടന്നതിനെ കണ്ടോ ഗൈസ്. ഡബിൾ ഗോൾസ് ഗൈസ്. ഇവിടെ നമ്മൾ ഫ്രൈഡ് റൈസ് വാങ്ങാൻ വന്നപ്പോൾ ഇവിടെ അതില്ല. എന്നിട്ട് ആമ്പൂർ ബിരിയാണി നമ്മൾ വാങ്ങി കേട്ടോ. ഭയങ്കര തണുപ്പാണെങ്കിലും മഴയും തണുപ്പും അതുകൊണ്ട് എന്തോ ചെവിയൊക്കെ കാറ്റടിച്ചിട്ട് ചെവി അടങ്ങി തലയൊക്കെ വരുന്നുണ്ട്. നമ്മൾ വെച്ചു ഇതെൻ്റെ കൊളീഗിൻ്റെ ആയിരുന്നു ആക്ച്വലി ആണ് ഇപ്പോഴും. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്ത സമയത്ത് ആളുകൾ പറഞ്ഞപ്പോൾ അതിനോട് കൊണ്ടുപോയി ഞാൻ വന്ന് വാങ്ങിക്കോളാന്ന് പറഞ്ഞു. പക്ഷേ അവരിവരെ വാങ്ങിയിട്ടില്ല, എനിക്ക് കാണാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയാം. അങ്ങനെ രണ്ടുകൊണ്ടാണ് ചോദിച്ചത്, അപ്പോൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെ വാങ്ങിയില്ല. ഇപ്പോൾ ഞാൻ റിസൈൻ ചെയ്ത അത്യാവശ്യം കുറച്ച് ടൈം. അപ്പോൾ അതുള്ളതുകൊണ്ട് എനിക്ക് തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടി. ഞാൻ എവിടെ ഇങ്ങനെ ഇരിക്കാട്ടോ, അത് തണുപ്പുണ്ട്. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. നമ്മളിത് ട്രെയിനിലൊക്കെ കയറി ഫുഡ് കഴിച്ച് നേരെ കയറി കിടന്നു കേട്ടോ. പിന്നെ ഇത് രാവിലെ ആയതിന് ശേഷം എടുത്ത ക്ലിപ്പാണ്, കാരണം നൈറ്റ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വേഗം കയറി കിടന്ന് ലൈറ്റൊക്കെ അണച്ചു. ഇത് നമ്മളുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫ്ലൈറ്റൊക്കെ കാണാം. ഇതൊക്കെ സോളാറാണ് കേട്ടോ ഫുള്ള്. നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അവിടെ കുറേ ഫ്ലൈറ്റൊക്കെ കാണാം കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാനും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത്. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. റൺവേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതിനുശേഷം നമ്മൾ നേരെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എറണാകുളം ടൗണിലാണ് ഇറങ്ങിയത് കേട്ടോ. അവിടെ നിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു കടയിൽ കയറി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. നോർത്തിൻ്റെ അവിടെയാണ്. കടയുടെ പേര്, ഹോട്ടലിൻ്റെ പേര് മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യായിരുന്നു. അവിടെ ആരും കയറരുത് ഗൈസ്, കാരണം ഒടുക്കത്തെ കത്തിയാണ്, ഭയങ്കര കത്തിയാണ്. ഒരു ചേട്ടൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മെട്രോ കയറി നേരെ എടപ്പള്ളി വന്ന് ഇറങ്ങി കേട്ടോ. ആ കണ്ടത് എടപ്പള്ളി പള്ളിയാണ് കേട്ടോ. അപ്പോൾ നേരെ ഇത് കണ്ടോ, എടപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടപ്പള്ളിയിൽ വന്നിറങ്ങി അവിടെ നിന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ. ഇതെൻ്റെ അപ്പനാണ്, അപ്പം നടന്നു പോവുകയാണേ. ഇങ്ങനെയല്ല കേട്ടോ നടക്കുന്നത്, ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നോട് തോന്നുന്നതാണേ. എടപ്പള്ളി മെട്രോ ഇറങ്ങി ഇവിടെ ഓട്ടോ വയ്ക്കാൻ വീട്ടിലേക്ക് കേട്ടോ. ഇവിടെ കളിയാക്കണം, ഇവിടുന്ന് ഇവിടെ കുറച്ച് പാടാൻ കഴിച്ച് വീഡിയോ എടുക്കാനായിട്ട്. കാരണം നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി റോഡായതുകൊണ്ട് ഇടയ്ക്കൊക്കെ കുരുങ്ങും, ചിലപ്പോൾ ഫോൺ തെറിച്ച് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ സാഹചര്യം ഞാൻ മുതിരില്ല. കാരണം ഫോണിൽ സ്ക്രീൻ കാർഡ് ഞാൻ വെച്ചിട്ടില്ല. സോ വീഡിയോ നിർത്താൻ ഇത് ഞാൻ എന്ന് അപ്ലോഡ് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. എഡിറ്റ് ചെയ്യാനും എല്ലാം ഉണ്ടല്ലോ അത്യാവശ്യം. അപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് വോയിസ് ഓവർ ഇടാതെ വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യും എന്തായാലും എന്തെങ്കിലുമൊക്കെ. എന്തായാലും ബൈ ഗൈസ്, ബൈ ബൈ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതാണ് ഞാൻ പറഞ്ഞത്. കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം വീഡിയോ വേണം നമുക്ക്.